ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊന്തയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടമാനം പേര് കൊന്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുർബാന സ്വീകരണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ, ചിലർക്ക് കല്യാണത്തിന് ചെക്കനും പെണ്ണും കൈ പിടിക്കാൻ, പിന്നെ ഷഷ്ടി പൂർത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പോൾ കൊന്ത ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാനും ഉപയോഗിക്കാനും വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കൊന്ത കാണിക്കാം. ഒരു കുറച്ച് എൻ്റെ കയ്യിൽ വളരെ കുറവാണ് സ്റ്റോക്ക്, പക്ഷേ ഉള്ളത് വെച്ച് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഐഡിയ പോയില്ല. അപ്പോൾ ഒരു കുട്ടിയാണ് 2-3 കൊന്ത ഒരുമിച്ച് എടുത്തപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് അവരുടെ ബന്ധത്തിൽ 2-3 കുർബാന സ്വീകരണം ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊന്തയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ കൊന്ത തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആ കുട്ടിക്ക് വേണ്ടി എടുത്തതാണ് ഫോട്ടോസ്, എന്നാൽ പിന്നെ അത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു കാര്യം, നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഇതുപോലെയുള്ള കൊന്തകൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് റീപ്ലേറ്റ് ചെയ്ത് പുതിയതാക്കി ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത് റീപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതുപോലെ ഇരിക്കും. ഇതൊക്കെ നമ്മളുടെ പ്ലേറ്റ് ചെയ്ത സാധനങ്ങളാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ, കൊന്ത പലപ്പോഴും പല വീടുകളിലും ഇങ്ങനെ എന്താ പറയുക, ഒരു ബോക്സിലാക്കി നടയിലോ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത് പുതിയതാക്കി നമുക്കത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഫോട്ടോസ് ഇട്ടത് ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഇനി വീഡിയോസാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് വൈറ്റ് ഇത് കൊന്തയാണ്. ഇത് പേളല്ല, വൈറ്റ് കളറാണ് കേട്ടോ. അതൊരു ഞാൻ പറയാറുണ്ട് ഒരു മിൽക്കി വൈറ്റ് അങ്ങനെ ഉള്ളൊരു കളറാണിത്. അപ്പോൾ ഇത് ഈ കൊന്ത അധികം കനമൊന്നുമില്ല, കഴുത്തിലിടാം, പക്ഷേ കനം അധികമില്ല. തീരെ ഒരു ലൈറ്റ് വെയ്റ്റാണ്. മറ്റേ എന്താ പറയുക, തീരെ കനമില്ലാത്ത ഒരു കൊന്തയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള കൊന്തയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ തന്നെ പേള് വരുന്നുണ്ട്. പേൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പേൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പറയാണ്ടല്ലോ, ഒരു ചെറിയ ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള പേളാണ്. പേളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2-3 വട്ടം പ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതുപോലത്തെ ആ ഒരു ഇത് പോവുക. അതുവരെ നല്ല രീതിയിലുണ്ടാവും. അതുപോലെ പേളിൻ്റെ ഇടയിൽ വരുന്ന മണി 10 മണി കഴിഞ്ഞിട്ട് വരുന്ന മണിയൊക്കെ ഗോൾഡായിരിക്കും കേട്ടോ. ഇങ്ങനെ ഗോൾഡായിട്ടാണ് പിന്നെ വരുന്നത്. ഇതും അധികം വെയിറ്റ് ഇല്ലാത്ത പാറ്റേണാണ് കേട്ടോ. തീരെ കനലില്ല, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തീരെ കനലില്ലാത്ത കൊന്തയാണ്. പിന്നെ അടുത്ത ഒരു ഐറ്റം വരുന്നത് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, ഗോതമ്പ് മണിയുടെ എന്ന് പറയും, ഓവൽ ഷേപ്പ്. ഇത് ഭയങ്കര നല്ല വെയിറ്റും നല്ലൊരു എന്താ പറയുക, ഒരു പ്രമാണി എന്ന് പറയില്ലേ, അതുപോലെ നല്ല ഒരു പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതുള്ളൊരു കൊന്തയാണ് കേട്ടോ പേള്. മറ്റേതൊക്കെ പേളാണെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഇത് ഒരു പ്രത്യേക തരത്തിലും കൂടി വില കൂടിയ മണികളാണ് ഇതുമേ ഉള്ളത്. പക്ഷേ മറ്റെല്ലാ മണികളും നല്ലത് തന്നെയാണ്, പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അതുപോലെ കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് ഈ കൊന്തമണി. അപ്പോൾ ഗോതമ്പ് മണി കൊന്ത എന്നും പറയും, നമ്മൾ കൊന്തമണി എന്ന് പറയും. അപ്പോൾ ഇതാണ് ആ സംഭവം കേട്ടോ. അപ്പോൾ ഇത് 3 ഐറ്റം നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. ഇത് വൈറ്റ്, ഇത് ലൈറ്റ് വെയ്റ്റിൻ്റെ പേള്, ഇത് കുറച്ചും കൂടിയും എന്താ പറയുക വെയിറ്റുള്ള കൊന്തമണിയുടെ. ഇത് നമ്മുടെ ഗോൾഡൻ കൊന്തയാണ്. നല്ല വെയിറ്റ്, ശരിക്കും ഒരു 2.5-3 പവൻ തോന്നുന്ന വെയിറ്റുള്ള ഒരു കൊന്തയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് അമ്മമാർ ഒക്കെ കഴുത്തിൽ ഇടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള കൊന്ത. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം തോന്നും, പക്ഷെ അത്ര വലിയ വലിപ്പമൊന്നുമില്ല. നമ്മളുടെ അമ്മാമ്മമാരുടെ കഴുത്തിൽ കാണുന്ന കൊന്തയുണ്ടല്ലോ, സെയിമാണ്. അപ്പോൾ ഇതും കുറേ പേര് മറ്റേ കല്യാണങ്ങൾക്കൊക്കെ പേളാണ് അധികം കൊണ്ടുപോകുന്നത്, പക്ഷേ ഇതും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്ലേറ്റ് ചെയ്യണത്, ഇത് റീപ്ലേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഇത് ക്രിസ്റ്റലാണ്. അപ്പോൾ ഇടയിൽ വളരെ കുറച്ച് ഗോൾഡ് വരണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ ഈട് നിൽക്കും. അപ്പോൾ ഞാൻ പറയാൻ വെച്ചാൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും കൊന്ത, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അത് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പിന്നെ നല്ല മുത്തുകളാണെങ്കിൽ മാത്രമേ റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഉരുകി പോകും കേട്ടോ. അപ്പോൾ നിങ്ങളത് സാധനം കാണിച്ചു തന്നാൽ ഞാൻ പറഞ്ഞു തരാം പറ്റൂല്ല എന്നുള്ളത്. ഇത് വില കൂടിയ തരം ക്രിസ്റ്റലാണ്, ബ്ലാക്ക് ക്രിസ്റ്റലാണ്, അതായത് കല്ല് പോലെയാണ് കേട്ടോ. മറ്റേതൊക്കെ മുത്താണെങ്കിൽ ഇത് കല്ലാണ്, ശരിക്കും കല്ലാണ്. അപ്പോൾ അതും ഒരു പ്രത്യേക ഭംഗിയാണ് ബ്ലാക്കിന്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പോയത് ഈ ബ്ലാക്കും ആ പേളുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കൊന്തയുടെ കളക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ തന്നെ ഉരുണ്ട മണികളുണ്ട് കേട്ടോ. അതെൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല. അതായത് നമ്മളുടെ ഉരുണ്ട മണിയില്ലേ, ഈ ഗോതമ്പ് മണിക്ക് പകരം ഉരുണ്ട മണികളും ഉണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലാത്തതാണ്. ഇത് പിന്നെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് 2 നീളത്തിലാണ് കണ്ടോ. ഒന്ന് കുറച്ച് കയറിയത്, ഒന്ന് കുറച്ചും കൂടി ഇറക്കത്തിൽ, അങ്ങനെ 2 സൈസിലും വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊന്തയുടെ വിശേഷങ്ങൾ. കൊന്ത ഇപ്പോൾ എത്ര പാറ്റേൺ കാണിച്ചാലും നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ കാണിക്കാനും പറയാനും പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ തോന്നുന്നു 7-8 പാറ്റേണാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധിക ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൾഡ്, പിന്നെ ബ്ലൂ, പിന്നെ പേള് അങ്ങനെയൊക്കെയാണ് വരിക, പിന്നെ കറുപ്പ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.